കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ. ആനയും കടുവയും സംരക്ഷിത പട്ടികയിൽ തന്നെ തുടരും. കേരളം മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങളും അംഗീകരിക്കില്ലെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയങ്ങൾ സൂചന നൽകി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ വിവേചനമില്ലാതെ നശിപ്പിക്കുന്ന സ്ഥിതി വരുമെന്നും രാജ്യസഭയിൽ എംപിമാർ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും കേന്ദ്ര വനം മന്ത്രി അറിയിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി പി പ്രസാദ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദർ യാദവിനാണ് കത്തയച്ചത്. കർഷകരുടെ ജീവനോപാധിക്ക് തടസ്സമാകും വിധം കാട്ടുപന്നികൾ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. വിളകൾക്ക് ഭീഷണിയാവുന്നത് നാട്ടിൽ തന്നെ പെറ്റുപെരുകുന്ന കാട്ടുപന്നികളാണ്. അതിനാൽ തന്നെ അവയെ കാട്ടുപന്നികളുടെ ഗണത്തിൽ നിന്ന് മാറ്റണം. വനത്തിനോട് ചേർന്ന പ്രദേശങ്ങൾ മുതൽ തീരപ്രദേശങ്ങളിൽ വരെ കാട്ടുപന്നി ശല്യം വ്യാപകമാണ്. മനുഷ്യജീവന് പോലും ആപത്കരമായ രീതിയിലാണ് കാട്ടുപന്നികളുടെ സാന്നിധ്യം. കാട്ടുപന്നിയുടെ ആക്രമണം തുടർന്നാൽ കാർഷിക മേഖലയ്ക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചത്. അതേസമയം പ്രശ്നമുണ്ടാകുന്നവയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന് കൈക്കൊള്ളാമെന്നും മന്ത്രി വിശദീകരിച്ചു. 3 തവണയാണ് കേരളം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയത്. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് അനുമതി നൽകാനുള്ള അധികാരം നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്.